ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഒരു നമ്പറിൻ്റെ 5 കൊണ്ട് ഈസി മെത്തേഡിൽ മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഒരു 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും എങ്ങനെ 5 കൊണ്ട് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട് 26 × 5. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെങ്കിൽ 26 ആണ്. 26ൻ്റെ ഹാഫ് എടുക്കണം. 26ൻ്റെ ഹാഫ് എത്രയാണ്? 13 ആണ്. അപ്പോൾ നമുക്ക് 13 എഴുതാം. 13 എഴുതിയിട്ട് ഒരു 0 കൂടി അതിലൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം 26 × 5 എന്ന് പറയുന്നത് 130 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പർ 62. 62ൻ്റെ ഹാഫ് എത്രയാണ്? 31 ആണ്. അപ്പോൾ 310 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്പർ 37 ആണ്. 37 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. സോ 37ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഡെസിമൽ വരും. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സിൻ്റെ കേസസിൽ നമ്മൾ 0 ആഡ് ചെയ്യേണ്ട. അതിന് പകരം നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 37ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 108.5 ആണ്. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിൻ്റ് ഇടാതെ നമുക്ക് ആ നമ്പർ അതേപോലെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് 185 ആണ്. ഓക്കെ, ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്താണ് 0 ആഡ് ചെയ്യേണ്ടത്? ആ നമ്പർ അതുപോലെ എഴുതിയാൽ മതി, പോയിൻ്റ് ഇടാതെ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 92 × 5 ആണ്. അപ്പോൾ 92ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണല്ലേ. അപ്പോൾ നമുക്ക് 460 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 67. 67 ഒരു ഓഡ് നമ്പറാണ്. അപ്പം അതിൻ്റെ ഹാഫ് എത്രയാണ്? 33.5 ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? പോയിൻ്റ് ഇടാതെ ആ നമ്പർ അതേപോലെ എഴുതുക, 335. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 167. അതും ഒരു ഓഡ് നമ്പറാണ്. 167ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 83.5 ആണ്. സോ നമ്മൾ പോയിൻ്റ് ഇടാതെ 835. ഓക്കെ,